ഇന്ന് നമുക്ക് പടക്കളം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു മാന്ത്രിക ബോക്സ്. ആ മാന്ത്രിക ബോക്സ് വെച്ച് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ആരുടെയും ശരീരം കൺട്രോൾ ചെയ്യാനാകും. അത്തരമൊരു ബോക്സ് കിട്ടുന്ന കോളേജ് പ്രൊഫസറും പിള്ളേരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുന്നത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കഥയിലൂടെയാണ്. വിജയനഗരം ആണ്ടിരുന്ന മഹാരാജാവ് ആദിത്യവർമ്മ ഒരു മാന്ത്രിക വസ്തു വിനോദത്തിനായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, അതിന്റെ സാധ്യതകളെ പറ്റിയും ലോകത്തെ കീഴ്പ്പെടുത്താനാകുമെന്നും ആദിത്യവർമ്മയ്ക്ക് മനസ്സിലായി. അത് രഹസ്യമായി സൂക്ഷിക്കുവാനായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ഈ മാന്ത്രിക വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ടിപ്പു സുൽത്താൻ കപട തന്ത്രങ്ങളിലൂടെ രാജാവിനെ കീഴ്പ്പെടുത്തി ആ മാന്ത്രിക വസ്തുവും കൈക്കലാക്കി. എന്നിട്ട് ഈ മാന്ത്രിക വസ്തു തനിക്കുതകും വിധം പ്രയോജനപ്പെടുത്തി. കാർത്തിക തിരുനാൾ മഹാരാജാവിനെ കാണുന്നതുവരെ മാത്രം. മന്ത്രവാദിയുടെ സഹായത്തോടെ മഹാരാജാവ് ടിപ്പുവിനെ തോൽപ്പിച്ച് ആ മാന്ത്രിക വസ്തു സ്വന്തമാക്കി. ആ വസ്തുവിന്റെ അപകടം മനസ്സിലാക്കി ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ട് യുദ്ധം ജയിച്ച സ്ഥലത്ത് കാർത്തിക തിരുനാൾ മഹാരാജാവ് അത് മറവ് ചെയ്തു യഥാസ്ഥാനം താളിയോലയിലും എഴുതി വെച്ചു. തുടർന്നു വരുന്ന നൂറ്റാണ്ടിൽ ആ കാര്യം ആരും അറിയാതെ പോകുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഒരാളാണെങ്കിൽ സത്യം തേടി രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്തെത്തി ആ മാന്ത്രിക വസ്തു സ്വന്തമാക്കി. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് കാർത്തിക തിരുനാൾ കോളേജാണ്. അവിടെ 4 ഫ്രണ്ട്സ്: ജിതിൻ, കണ്ണൻ, നകുൽ, റംസാദ്. ഇതിൽ ജിതിന് ജീവിക എന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. ഏകദേശം +2 പഠിക്കുന്നത് മുതൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ 10 ദിവസങ്ങളായിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. ജീവികയാണെങ്കിൽ എന്തോ പ്രോഗ്രാം സംബന്ധിച്ച് വേറെ എവിടെയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 10 ദിവസങ്ങൾക്ക് ശേഷം ജീവികയെ കാണുന്നതിനാൽ ജിതിനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെയിനിനും ഒരു കഥയുണ്ട്. എന്തെന്നാൽ ആദ്യമായിട്ട് ജിതിൻ ജീവികയെ കാണുന്നത് തന്നെ ജിതിന്റെ സൈക്കിൾ ഇടിച്ച് ജീവിക തറയിൽ വീണപ്പോഴാ. അന്നു മുതലാണ് അവർ രണ്ടുപേരും പ്രണയത്തിലായതും. പിന്നീട് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതേ സൈക്കിളിന്റെ ചെയിൻ കൊണ്ട് തന്നെ ജീവികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ചെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ജിതിൻ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ജീവിക അവിടേക്ക് വന്നതും. ജീവികയും ജിതിനും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയായിരുന്നു. ജീവികയുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട്. ജിതിൻ അവൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്തെങ്കിലും അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ജീവികയുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം കണ്ടിട്ട് ജിതിന് എന്തോ പോലെ തോന്നുന്നു. അതേ സമയം തന്നെയായിരുന്നു ലിജോ എന്നൊരു പയ്യൻ ജീവികയുടെ അടുത്ത് സംസാരിക്കുവാനായി എത്തിയത്. ലിജോ അവളോട് സംസാരിക്കുന്നതൊന്നും ജിതിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ഞാനൊന്ന് അവളോട് ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ എന്ന് ജിതിൻ ലിജോയോട് ചോദിക്കുമ്പോൾ, നിന്റെ കാമുകിയോട് സംസാരിക്കാൻ നീ എന്തിനാടാ എന്റെ അനുവാദം ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടാണ് ലിജോ അവിടെ നിന്ന് പോകുന്നത്. ലിജോ പോയി കഴിഞ്ഞതും ജീവികയാണെങ്കിൽ ജിതിനോട് പറയും, എടാ ജിതിനെ, 10 ദിവസമായി നമ്മൾ കണ്ടിട്ട്. നിന്നെ ഒരിക്കലും എനിക്ക് കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാ നീ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ ഞാനും വന്നത്. പക്ഷെ 10 ദിവസം നിന്നെ കാണാതിരുന്നിട്ടും എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും തോന്നുന്നില്ല. നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നത് പോലുമില്ല. അതിലെനിക്ക് തോന്നുന്നത് എന്തോ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെന്നാ. എന്തോ ഇത് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ജിതിനുമായിട്ട് അവൾ ബ്രേക്കപ്പ് ആകുന്നു. ജിതിനാണെങ്കിൽ ആ ഒരു കാര്യം കൂട്ടുകാരോട് വന്ന് പറയും. എന്നാൽ കൂട്ടുകാരാണെങ്കിൽ ജിതിനോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് വേറെ വല്ല അഫെയറുമുണ്ടോ. മാത്രവുമല്ല അതിൽ നകുൽ എന്ന കൂട്ടുകാരൻ പറയുന്നത്, എടാ അവളാണെങ്കിൽ കൂട്ടുകാരോടൊപ്പമൊക്കെ ഒരുപാട് കറങ്ങി നടക്കുന്ന പെണ്ണ, എന്നാൽ നീയാണെങ്കിൽ ഒതുങ്ങിയ ടൈപ്പും, നിങ്ങൾ ഒരിക്കലും സെറ്റ് ആകത്തില്ല എന്ന് പറയുന്നു. ജിതിനാണെങ്കിൽ ആകെ ടെൻഷൻ. നിന്റെ ഈ സങ്കടവും വിഷമവും എല്ലാം മാറാനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നീ അവളെ കുറിച്ച് നിന്റെ മനസ്സിൽ തോന്നുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതങ്ങ് കീറിക്കള. അപ്പോൾ നിന്റെ മനസ്സ് ശാന്തമാകുമെന്നും നകുൽ പറഞ്ഞു കൊടുക്കുന്നു. നകുൽ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലിരുന്ന് ജീവികയെക്കുറിച്ച് മോശമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിതിൻ. അതേ സമയത്തായിരുന്നു അവരുടെ ക്ലാസ് എടുക്കുവാനായിട്ട് ഷാജി സാറും അവിടേക്ക് വന്നത്. ഷാജി സാറാണെങ്കിൽ കുറച്ച് ദേഷ്യക്കാരനാ. ഷാജി സാറിന് അല്ലാതെ കുടുംബത്തിലൊക്കെയുള്ള പ്രശ്നം കുട്ടികളുടെ മണ്ടയിലാ തീർക്കുന്നതെന്നാ തോന്നുന്നത്. ഷാജി സാറ് ക്ലാസ്സിൽ ദേഷ്യത്തോടു കൂടിയാണ് വന്നത്. അതേ സമയം തന്നെയായിരുന്നു ജിതിൻ പേപ്പറിൽ എഴുതുന്നതും ഷാജി സാറ് കാണുന്നത്. അത് കണ്ടതും ഷാജിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്നെ കളിയാക്കുന്നോടാ, ഞാൻ വന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജിതിന്റെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പർ പിടിച്ചു വാങ്ങുന്നു. ജിതിന് ആകെ ടെൻഷൻ. കാരണം ജീവികയെ കുറിച്ച് മോശമായിട്ടല്ലേ അവൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നതും. ജീവികയാണെങ്കിൽ അവന്റെ ക്ലാസ്സിൽ തന്നെയാ പഠിക്കുന്നതും.
അതേ സമയമായിരുന്നു സ്ട്രൈക്ക് വിളിക്കുവാനായിട്ട് പിള്ളേർ വന്നതും. സ്ട്രൈക്കിന്റെ കാരണം എന്തെന്നാൽ അവിടെ ഒരു സാറ് HOD ആയിട്ടുണ്ട്. ആ സാറാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് HOD ആയിട്ട് അവിടെ ഇരിക്കുന്നതും. അത് ഈ പിള്ളേർ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ സ്ട്രൈക്ക് വിളിക്കുന്നതും. ഷാജി സാറാണെങ്കിലോ പിള്ളേരുമായിട്ട് ഉടക്കുണ്ടാക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു ആ കോളേജിലെ രഞ്ജിത്ത് എന്നൊരു സാറും അവിടേക്ക് വരുന്നത്. ഈ രഞ്ജിത്തിനെ അവിടെയുള്ള പിള്ളേർക്കെല്ലാം വലിയ കാര്യമാണ്. പിള്ളേരെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് അവിടെ എത്തി ആ ഒരു പ്രശ്നം ഒരുവിധം സോൾവ് ആക്കി വിടുന്നു. രഞ്ജിത്ത് സ്റ്റാഫ് റൂമിലേക്ക് എത്തിയ സമയം ഈ ഷാജി സാറും മറ്റൊരു സാറും കൂടി രഞ്ജിത്തിനെ വല്ലാതെ കളിയാക്കും. പിള്ളേരെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ, എന്ത് പ്രശ്നം വന്നാലും സാർ അയച്ചോളണം എന്നൊക്കെ രീതിയിലാണ് ഷാജി സാറും മറ്റേ സാറും ഇരുന്ന് ഈ രഞ്ജിത്ത് സാറിനെ കളിയാക്കി സംസാരിക്കുന്നതും. എന്നാൽ രഞ്ജിത്താണെങ്കിൽ അതിന് മറുപടിയൊന്നും കൊടുക്കുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു പിള്ളേരിതേ മറ്റേ അവർ HOD ഇല്ലേ, HOD എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിന്റെ റൂമിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കുന്നെന്നും പ്യൂൺ വന്ന് പറഞ്ഞത്. അത് കേട്ടതും ഷാജിയും മറ്റേ ആ സാറും കൂടി അവിടേക്ക് പോകും. പിന്നാലെ രഞ്ജിത്തും പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഈ ഷാജി ആണെങ്കിൽ ആ ഒരു പേപ്പർ ചുരുട്ടി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടാണ് പോകുന്നതും. പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. പിള്ളേർക്കാണെങ്കിൽ HOD പിരിച്ചുവിട്ടിട്ട് പുതിയ HOD എടുക്കണം. അവർ പറഞ്ഞ പുതിയ HOD പേര് രഞ്ജിത്തായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല എതിർപ്പും. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആള് മറ്റാരുമല്ല ഷാജിയാണ്. ഷാജിയെ തന്നെ HOD ആക്കിയാൽ മതിയെന്നാണ് ബാക്കിയുള്ള സാറന്മാർക്കും. എന്നാൽ പിള്ളേർക്കാണെങ്കിൽ രഞ്ജിത്തായാൽ മതി. ഒടുവിൽ രഞ്ജിത്ത് പറയുന്നത്, എന്തായാലും എക്സ്പീരിയൻസ് കൂടുതലുള്ളത് ഷാജി സാറല്ലേ, ഷാജി സാർ തന്നെ HOD ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് അവിടെ നിന്ന് പോകുന്നു. രഞ്ജിത്ത് അവിടെ നിന്ന് നേരെ വന്നത് അവരുടെ സ്റ്റാഫ് റൂമിലേക്കാണ്. എന്നിട്ട് രഞ്ജിത്ത് കയറി കതകടയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് വേസ്റ്റ് ബിന്നിലേക്കാണ്. ആ വേസ്റ്റ് ബിന്നിൽ ഷാജി ആണെങ്കിൽ തന്റെ മൂക്ക് മുറിഞ്ഞപ്പോൾ ബ്ലഡ് ഒക്കെ തുടച്ചതിന് ശേഷം കുറച്ച് പഞ്ഞിയാണെങ്കിൽ വേസ്റ്റ് ബിന്നിലിട്ടിരുന്നു. അതേസമയം തന്നെ രഞ്ജിത്ത് എന്താണ് ചെയ്യുന്നതെന്ന് അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുകയായിരുന്നു നമ്മുടെ ജിതിൻ എന്തിനാണ് സ്റ്റാഫ് റൂമിലേക്ക് കയറിയതെന്നാൽ ഷാജി ആണെങ്കിൽ ജിതിൻ എഴുതിയ പേപ്പർ ചുരുട്ടി വേസ്റ്റ് ബിന്നിലിട്ടില്ലേ, അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജിതിൻ സ്റ്റാഫ് റൂമിലെത്തിയതും. അതേസമയം രഞ്ജിത്തും അവിടേക്ക് വന്നിരുന്നു. അതുകൊണ്ട് ഒളിച്ചു നിൽക്കുകയാണ്. ജിതിൻ ആ സ്റ്റാഫ് റൂമിലുള്ള കാര്യം രഞ്ജിത്തിന് അറിയില്ല. രഞ്ജിത്താണെങ്കിൽ എപ്പോഴും തന്റെ കയ്യിൽ ഒരു ബാഗ് സൂക്ഷിക്കും. ആ ബാഗ് എടുത്തിട്ട് അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ ബോക്സ് പുറത്തേക്ക് എടുക്കുന്നു. അതൊരു മാന്ത്രിക ബോക്സ് ആയിരുന്നു. അതിനുള്ളിൽ 2 പകിടയുമുണ്ട്. രഞ്ജിത്ത് പകിട കളിക്കുവാനായി ആരംഭിക്കുന്നു. രഞ്ജിത്ത് എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ടാണ് പകിട കളിക്കുന്നതും. അതിനുശേഷം രഞ്ജിത്ത് നേരെ പോകുന്നത് CCTV ഫുട്ടേജിന് മുന്നിലേക്കാണ്. അപ്പോൾ ഷാജിയും പ്രിൻസിപ്പാളും കുറെ സാറന്മാരും അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. രഞ്ജിത്ത് ഉടനെ തന്നെ തന്റെ കൈവശം ഒരു കുപ്പി എടുക്കും. എന്നിട്ട് ആ കുപ്പിക്ക് നേരെ ഇറുക്കി പിടിക്കുകയാണ്. രഞ്ജിത്ത് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഷാജി അവിടെ ചെയ്യുന്നതും. കുപ്പിക്ക് പകരം ഷാജിയാണെങ്കിലോ പ്രിൻസിപ്പാളിന്റെ കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നതും. എന്താണ് സംഭവിക്കുന്നതെന്ന് ഷാജിക്ക് മനസ്സിലാകുന്നതേയില്ല. ഇതെല്ലാം ജിതിൻ കാണുന്നുണ്ട്. രഞ്ജിത്ത് ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കിയതിനു ശേഷം ആ ഒരു ബോക്സ് മടച്ച് തന്റെ ബാഗിലിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുന്നു. രഞ്ജിത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജിതിൻ കണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം ജിതിൻ വന്ന് തന്റെ കൂട്ടുകാരോട് പറയും. എന്നാൽ കൂട്ടുകാരാണെങ്കിൽ വിശ്വസിക്കുവാനൊന്നും കൂട്ടാക്കുന്നില്ല. എന്നാൽ കൂട്ടുകാർ പറയുന്നത്, സാർ അങ്ങനെ ആ ഒരു ബോക്സ് വെച്ചിട്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഷാജി സാറിന് നീ പറയുന്നതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല എന്നായിരുന്നു കൂട്ടുകാരുടെ മറുപടി. അതേ സമയത്തായിരുന്നു സെക്യൂരിറ്റിമാരാണെങ്കിൽ ഷാജി സാറിനെ അവിടെ നിന്നും തൂക്കിക്കൊണ്ടു പോകുന്നത് അവർ കാണുന്നതും. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ ഭ്രാന്തനൊന്നുമല്ല എന്നും ഷാജി സാർ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് കൂട്ടുകാർ പറയും, എടാ ജിതിനെ, നീ പറഞ്ഞത് സത്യമാണെന്നാ തോന്നുന്നത്. ഒരു ഭ്രാന്തുമില്ലാത്ത ഷാജി സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു എന്നാണ് കൂട്ടുകാർ പറയുന്നതും. ഇതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നും കൂട്ടുകാർ ജിതിനോട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഇവർ രഞ്ജിത്തിനെ ഫോളോ ചെയ്യുവാനായി ആരംഭിച്ചു. രഞ്ജിത്തിന്റെ പ്രവൃത്തികളെല്ലാം ഇവർ ശ്രദ്ധിക്കുകയാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രഞ്ജിത്ത് ക്രിയേറ്റ് ചെയ്ത ലോഗോ കണ്ടപ്പോൾ പോലും അവർക്ക് വലിയ സംശയമാണ്. ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിന്റെ കൈവശം എപ്പോഴും ബാഗ് കാണുമല്ലോ, ആ ബാഗിനുള്ള ആ ഒരു മാന്ത്രിക ബോക്സ് ഉള്ളതെന്ന് ജിതിൻ പറയും. അതനുസരിച്ച് കണ്ണനും നകലും റംസാദും ഒക്കെ സാറിനെ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും രഞ്ജിത്തിന്റെ കൈവശം ആ ഒരു ബാഗുണ്ട്. എങ്ങോട്ട് പോയാലും ആ ബാഗ് കയ്യിൽ കാണും. ബാഗൊന്ന് താഴെ വയ്ക്കത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബാഗ് അടിച്ചു മാറ്റാമെന്നും ഇവർ പ്ലാൻ ചെയ്യും. പക്ഷേ എങ്ങനെ അടിച്ചു മാറ്റാനാ? ക്ലാസ് എടുക്കുമ്പോൾ പോലും ആ ബാഗ് രഞ്ജിത്തിന്റെ തോളിൽ തന്നെയുണ്ട്. എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയം അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരിക്കൽ രഞ്ജിത്ത് അവരുടെ കൈവശം വന്ന് വീഴുകയാണ്. എങ്ങനെയെന്നാൽ ജിതിനും റംസാദും കൂടി കോളേജ് ബസ്സിലിരിക്കുന്ന സമയം കൂടെ രഞ്ജിത്തുമുണ്ട്. രഞ്ജിത്തിന്റെ കൈവശം ആ
ആ ബാഗുമുണ്ട്. കോളേജ് ബസ്സിൽ വെച്ച് രണ്ട് പിള്ളേരാണെങ്കിൽ തമ്മിൽ തല്ലുവാനായി ആരംഭിച്ചു. പിള്ളേര് തല്ലുകൂടി പുറത്തു കിടന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. അത് കാണുന്ന രഞ്ജിത്താണെങ്കിൽ ആ ഒരു പ്രശ്നം എന്തെന്നറിയുവാനായിട്ട് അത് പരിഹരിക്കാനായിട്ട് ഇറങ്ങുവാനായും നോക്കുന്നു. പക്ഷെ ബാഗും കൈവശമുണ്ട്. വേറെ വഴിയില്ലാതെ രഞ്ജിത്താണെങ്കിൽ ആ ഒരു ബാഗ് തന്റെ സീറ്റിൽ ഊരി വെച്ചിട്ടാണ് പ്രശ്നം പരിഹരിക്കുവാനായും പോയതും. അതോടുകൂടി ജിതിനും റംസാദിനും സന്തോഷമായി. ദേ, നമ്മൾ വിചാരിച്ചതുപോലെ ബാഗ് കിട്ടി, അതിലെന്താണെന്ന് നോക്കടാ എന്നും റംസാദ് ജിതിനോട് പറഞ്ഞു. ജിതിനാണെങ്കിൽ ബാഗ് തുറന്നു നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ബോക്സ് ആയിരുന്നു അത്. ഒരു മാന്ത്രിക ബോക്സ് പോലെ. മാത്രമല്ല അതിൽ കന്നഡയിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ജിതിനാണെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കാര്യം ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴേക്കും രഞ്ജിത്താണെങ്കിൽ ബസ്സിലേക്ക് വന്ന് കയറും. ജിതിൻ ബാഗ് തുറന്നത് രഞ്ജിത്ത് കണ്ടു. സാറേ, സാറിന്റെ ബാഗ് ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാഗ് രഞ്ജിത്തിനെ ഏൽപ്പിച്ചിട്ട് രണ്ടാളും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ജിതിനും റംസാദും നേരെ എത്തുന്നത് കണ്ണനും നകുലിനും അടുത്താണ്. അവർ ഫോട്ടോ എടുത്തില്ലേ ആ ഒരു ബോക്സിന് മുന്നിൽ എഴുതിയിരുന്നത്? കന്നഡയിൽ എന്തോ എഴുതിയിരുന്നില്ലേ? അത് കൊണ്ടുവന്ന് കണ്ണനെയും നകുലിനെയും കാണിക്കുന്നു. അത് കണ്ടത് നകുൽ പറയുന്നുണ്ട്, ഇതേതോ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ലിപിയാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ അവർ ആ എഴുതിയിരിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കുവാനായി നോക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഒന്നും തന്നെ കിട്ടുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നത്, നിങ്ങൾ 2 ദിവസം എനിക്ക് സമയം താ, ഇതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കൊണ്ട് വരാമെന്നും കണ്ണൻ പറഞ്ഞു. അങ്ങനെ കണ്ണൻ ആ എഴുതിയിരിക്കുന്ന കന്നഡ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുവാനായി ആരംഭിച്ചു. 2 ദിവസം എന്ന് പറഞ്ഞിട്ട് അവൻ ഏകദേശം 2 ആഴ്ച എടുത്തു. 2 ആഴ്ചയ്ക്ക് ശേഷം എന്താണതെന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ണൻ നേരെ കൂട്ടുകാർക്കടുത്തേക്ക് എത്തി. കണ്ണൻ പറയുന്നത് ഇത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ലിപിയാണ്. ആ ബോക്സ് യഥാർത്ഥത്തിൽ എന്തെന്നാൽ അതൊരു ഗെയിമാ. പണ്ട് മഹാഭാരതത്തിലെ ശകുനിയൊക്കെ പകിട കളിക്കില്ലേ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ലുഡോ, അതുപോലെ തന്നെ ആ ഒരു ഗെയിമും. അതിന് മുന്നിൽ എഴുതിയിരിക്കുന്ന കന്നഡയിൽ എന്തെന്നാൽ ആ ഒരു ഗെയിം കളിക്കേണ്ട രീതിയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഗെയിം കളിക്കുന്ന ആൾക്ക് തന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരെ വേണമെങ്കിലും വെട്ടാം. ആരെ വെട്ടുന്നോ അവരുടെ കൺട്രോൾ മുഴുവനായും ഈ ജയിക്കുന്ന ആളിന് കിട്ടും. അതാണിതിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആരെയാണോ വെട്ടുന്നത് അയാളുടെ കൺട്രോള് ഈ വെട്ടുന്ന ആളിന് കിട്ടും. ബോഡി ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുവാനായും പറ്റും. അങ്ങനെയാണ് രഞ്ജിത്ത് സാറ് ഷാജി സാറിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നതെന്നും കണ്ണൻ പറയുന്നു. അത് കേട്ട് നകുലും റംസാദും ജിതിനുമൊക്കെ ചോദിക്കുന്നത്, അല്ല അതിന് ഷാജി സാർ പകിട കളിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഷാജി സാറിന്റെ കൺട്രോള് രഞ്ജിത്ത് സാറിന്റെ കയ്യിൽ വന്നത് എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് കണ്ണൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കാനില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഉമിനീരോ രക്തമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ പകിടയിൽ ജയിച്ചതിന് ശേഷം ഗെയിം കളിക്കാനായും പറ്റും. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പകിട കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ബെറ്റ് വെക്കണം. രഞ്ജിത്ത് ബെറ്റ് വെച്ചത് ഷാജിയുടെ ഫുൾ കൺട്രോൾ ആയിരുന്നു. അത് മനസ്സിലാക്കി 4 പേരും പറയുന്നുണ്ട്, രഞ്ജിത്ത് സാറ് ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇനി ശരിയാകത്തില്ല. ഇതിലും വലിയ വല്ലത് ചെയ്യുന്നതിന് മുൻപ് രഞ്ജിത്ത് സാറിനെ തടയണം. അതിനു മുൻപായിട്ട് ആ ഒരു ബാഗ് കൈക്കലാക്കണമെന്നും 4 പേരും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇടുകയാണ്. എന്തെന്നാൽ രഞ്ജിത്തിന്റെ കൈവശം ഇരിക്കുന്നത് പോലുള്ള തന്നെ ഒരു ബാഗ് ഒപ്പിക്കുക. എന്നിട്ട് അത് പരസ്പരം മാറ്റിയെടുത്തിട്ട് രഞ്ജിത്തിന്റെ കൈവശമുള്ള ആ ഒരു മാന്ത്രിക ബോക്സ് ഉണ്ടല്ലോ അത് നശിപ്പിച്ച് കളയുക. ഇത് തന്നെയായിരുന്നു 4 പേരുടെയും പ്ലാൻ. രഞ്ജിത്ത് ഫിസിക്സ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ജിതിനും റംസാദും. രഞ്ജിത്ത് ക്ലാസ്സിൽ കയറുന്ന സമയം തന്നെ പവർ ഓഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നകുലിനെയും കണ്ണനെയും ഏർപ്പാടാക്കിയിരിക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജിതിനും റംസാദും. ബാഗും അവരുടെ കൈവശമുണ്ട്. അതേ സമയത്തായിരുന്നു രഞ്ജിത്ത് ക്ലാസ്സിലേക്ക് വന്നതും. ക്ലാസ്സിൽ വന്ന സമയം തന്നെ പവർ ഓഫ് ആക്കുവാനായും പറഞ്ഞു. എന്നാൽ കണ്ണൻ എത്ര ശ്രമിച്ചിട്ടും പവർ ഓഫ് ആക്കാൻ പറ്റുന്നതേയില്ല. അവൻ ഓഫാക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിന്റെ റൂം, വേറെ ക്ലാസ്, ഇവിടെയൊക്കെ കറണ്ട് പോകുന്നത്. വേറെ വഴിയില്ലാതെ ജിതിനാണെങ്കിൽ ഇനി നീയൊന്നും ചെയ്യണ്ട, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ജിതിൻ തനിക്ക് പറ്റിയ പണി ചെയ്യുന്നു. എന്നിട്ട് ജിതിൻ പറയുന്നുണ്ട്, സാറ് വന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കറണ്ട് പോകും. ആ സമയം തന്നെ ബാഗ് മാറ്റിക്കൊള്ളണമെന്നും റംസാദിനോട് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ നടന്നു. എന്നാൽ അപ്പോഴാണ് മറ്റൊരു പണി കിട്ടിയത്. എന്തെന്നാൽ ബാഗ് മാറ്റാനായി വന്നിരിക്കുന്ന റംസാദിന്റെ ടീഷർട്ട് നോക്കിയപ്പോൾ കറണ്ട് പോകുമ്പോൾ വെട്ടം കത്തുന്ന ഒരു ടീഷർട്ടും. അത് കാണുന്നത് ജിതിന് വല്ലാതെ ദേഷ്യം വരും. കാരണം അവന്മാരുടെ പ്ലാൻ നടന്നില്ലല്ലോ. ഉടനെ തന്നെ ജിതിനാണെങ്കിൽ നേരെ എഴുന്നേറ്റ് രഞ്ജിത്തിന്റെ ബാഗും എടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് നേരെ വന്നിട്ട് നകുലന്റെ കയ്യിൽ ബാഗ് ഏൽപ്പിക്കും. നകുലൻ ആ ബാഗുമായി അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ വിചാരിച്ച കാര്യം നടന്നു എന്ന് ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു റംസാദ് അവിടേക്ക് വന്നത്.
റംസാദിന്റെ കൈവശമാണെങ്കിൽ അവർ കൊണ്ടുവന്ന ബാഗുമില്ല. ആ ബാഗ് ക്ലാസ്സിലിരിക്കുന്നു. അയ്യോ, ഇനി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ രഞ്ജിത്ത് സാറ് നമ്മളെ പൊക്കുമല്ലോ. നീ എന്തിനാ ബാഗ് ക്ലാസ്സിൽ വെച്ചിട്ട് വന്നത് എന്നും പറഞ്ഞു കണ്ണനെയും റംസാദിനെയും കൂട്ടി ജിതിൻ ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോൾ കാണുന്ന കാഴ്ച റംസാദ് കൊണ്ടുവന്ന ആ ഒരു ബാഗിലെ അതും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന രഞ്ജിത്തിനെയാണ്. എന്റെ ബാഗ് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ജിതിൻ പറയുന്നത്, സാർ ഇവിടെ ചെയ്യുന്ന മന്ത്രവാദമൊക്കെ ഞങ്ങൾക്കറിയാം. സാറിന്റെ കൈവശമുള്ള ആ ബോക്സില്ലേ, അത് വെച്ചല്ലേ സാർ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും അതിന് സാറിന് കിട്ടത്തില്ല, ഞങ്ങളത് നശിപ്പിച്ചു കളയുമെന്നും ജിതിൻ സാറിനോട് പറയുന്നു. അത് കേട്ടതും രഞ്ജിത്തിന് വല്ലാതെ ദേഷ്യം വരും. നീയൊക്കെ വന്ന് കയറിയിരിക്കുന്നത് കാലനടുത്തേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ഈ രഞ്ജിത്താണെങ്കിൽ ജിതിനെ കൺട്രോൾ ചെയ്യുവാനായും ശ്രമിക്കുന്നു. ജിതിനാണെങ്കിൽ രഞ്ജിത്തിന്റെ കൺട്രോളിൽ വരികയാണ്. രഞ്ജിത്ത് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ജിതിൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് രഞ്ജിത്ത് ഉടനെ വന്നിട്ട് ജിതിനടുത്ത് പറയുന്നുണ്ട്, എന്റെ ബാഗ് നീയൊക്കെ എന്റെ കയ്യിൽ കൊണ്ടുതരും, അതുവരെ നീ അത് വെച്ച് ലൂഡോ കളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചും കൊണ്ടാണ് രഞ്ജിത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. രഞ്ജിത്തിന് മറ്റെന്തോ പ്ലാനുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ മൂവർ സംഘം അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണനും റംസാദും ജിതിനും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പെട്ടെന്ന് ജിതിന്റെ സ്വഭാവം മാറുകയും ജിതിൻ ഉടനെ തന്നെ റംസാദിനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു. ജിതിന്റെ കൺട്രോളിലല്ലായിരുന്നു ജിതിൻ. അപ്പോൾ നോക്കിയതും ദേ അവിടെ നിന്ന് ജിതിനെ കൺട്രോൾ ചെയ്യുന്ന രഞ്ജിത്തിനെ അവർ കാണുന്നു. അവർക്ക് മനസ്സിലായി ഇനി ജിതിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ജിതിനെ രഞ്ജിത്ത് വല്ലാതെ കൺട്രോൾ ചെയ്യും. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നതെല്ലാം മായ്ച്ചു കളയുക, ബുക്കിന്റെ പേപ്പറൊക്കെ വലിച്ചു കീറി കളയുക, ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ടുവെച്ചിരിക്കുന്ന സമയത്ത് അത് കയറി നശിപ്പിക്കുക, പിന്നെ അവന്റെ കൂട്ടുകാരെ തന്നെ തല്ലുക, അവൻ സ്വയമേ തല്ലുക, അങ്ങനെ പല പല കാര്യങ്ങൾ. ക്ലാസ്സിൽ ഒരുപാട് പ്രശ്നവും ഉണ്ടാകുവാൻ തുടങ്ങി. രഞ്ജിത്ത് അങ്ങനെ ജിതിനെ പല വിധത്തിലും ദ്രോഹിക്കുകയാണ്. ജിതിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. കാരണം അവനൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവന് ജർമ്മനിയിലേക്കും പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള ടെൻഷനായിരുന്നു കൂടുതലും ജിതിനുണ്ടായിരുന്നത്. ജിതിൻ കരുതിയതുപോലെ തന്നെ അവൻ പേടിച്ചതുപോലെ തന്നെ നടന്നു. അവൻ പ്രോജക്റ്റ് എടുക്കാനായി എത്തിയ സമയത്ത് അവിടെ രഞ്ജിത്തും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് കുറച്ചു നേരം അവൻ അറ്റൻഡ് ചെയ്യുന്നതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് ജിതിന്റെ ബോഡി ഫുള്ള് കൺട്രോൾ ചെയ്ത് അവിടെ മാകെ ഓരോ പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. അതോടുകൂടി ജിതിന്റെ പ്രോജക്റ്റും ഫ്ലോപ്പായി. അങ്ങനെ ആ ഒരു ടെൻഷനിൽ അവൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവനെ കാണുന്ന ബാക്കി കുട്ടികൾ ലിജയും ടീമും ഉണ്ടല്ലോ, അവനൊക്കെ പറയുന്നത് ഇവന് വട്ടാണെന്നാ തോന്നുന്നത്, ഇവൻ കുറെ ദിവസങ്ങളായി ഇങ്ങനെയൊക്കെ തന്നെയാന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കി സംസാരിക്കും. കോളേജിൽ ആകെ മൊത്തത്തിലൊരു സംസാരമുണ്ട് ജിതിന് വട്ടാണെന്ന്. അതെല്ലാം കേട്ട് ജിതിനാണെങ്കിൽ അവന്റെ കൺട്രോൾ തന്നെ നഷ്ടമായി. അവനവിടെ ബോധം കെട്ടു വീണു. എന്നാൽ ബോധം പോയ സമയം തന്നെ ജിതിൻ എന്തൊക്കെയോ സ്വപ്നം പോലെ കാണുകയാണ്. രഞ്ജിത്ത് അവനെ കൺട്രോൾ ചെയ്യുന്നതും രഞ്ജിത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആ ഒരു സ്വപ്നത്തിലൂടെ ജിതിനെ എങ്ങനെയാണ് രഞ്ജിത്ത് കൺട്രോൾ ചെയ്തതെന്നും ജിതിന് മനസ്സിലായി. എന്തെന്നാൽ ജിതിന് ആദ്യം ആ ഒരു ബോക്സ് എടുത്ത സമയത്ത് അവന്റെ കൈ മുറിഞ്ഞിരുന്നു. മുറിഞ്ഞ സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ബ്ലഡ് അതിൽ വീണു. ആ ഒരു ബ്ലഡ് ഈ രഞ്ജിത്ത് എടുക്കുകയുണ്ടായി. ആ ബ്ലഡ് വെച്ചിട്ടാണ് ഈ രഞ്ജിത്ത് പകിട കളിച്ചതും ജിതിനെ കൺട്രോൾ ചെയ്യുവാനായും തുടങ്ങിയത്. ആരെയാണോ ഓപ്പോസിറ്റായി കരുതുന്നത് അവരുടെ ബ്ലഡോ പിന്നെ ഉമിനീരോ എന്തെങ്കിലും മതിയെന്നാണല്ലോ. അതുപോലെ തന്നെ ജിതിന്റെ ബ്ലഡ് രഞ്ജിത്തിന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് രഞ്ജിത്ത് ജിതിനെ കൺട്രോൾ ചെയ്യുവാനായും തുടങ്ങിയത്. ഈ രഞ്ജിത്തിന്റെ കഴുത്തില് ഒരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റാണ് ഈ ഒരു ബോക്സ് തുറക്കുവാനായിട്ടുള്ള ചാവി. ആ ഒരു ലോക്കറ്റ് വെച്ചാണ് ജിതിനെയും ഷാജിയും എല്ലാം രഞ്ജിത്ത് കൺട്രോൾ ചെയ്യുന്നത്. രഞ്ജിത്തിന് അവരെ കൺട്രോൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രഞ്ജിത്ത് നെഞ്ചത്ത് കൈവയ്ക്കും. ഇതെല്ലാം സ്വപ്നത്തിലൂടെ ജിതിൻ കാണുന്നുണ്ടായിരുന്നു. സ്വപ്നത്തിൽ നിന്നും ജിതിൻ ഞെട്ടി എഴുന്നേൽക്കും. അങ്ങനെ ഏകദേശം 16 മണിക്കൂറാണ് ജിതിൻ ഉറങ്ങിപ്പോയത്. കൂട്ടുകാരെല്ലാവരും അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയതാടാ, 16 മണിക്കൂർ നീ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അത് കേട്ട ജിതിൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പിടികിട്ടി. ഞാനിപ്പോൾ സ്വപ്നം കണ്ടതാ. രഞ്ജിത്ത് സാറ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സാറിന്റെ കഴുത്തിലൊരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് വെച്ചിട്ടാണ്. അതാണ് ഈ ഒരു ബോക്സിന്റെ ചാവി. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സാർ എന്നെ കൺട്രോൾ ചെയ്യാനായി പോകുന്ന സമയം തന്നെ സാർ നെഞ്ചത്ത് കൈവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. സാർ കഴുത്തിലെ മാലയാക്കിയ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും ജിതിൻ പറയുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ലോക്കറ്റ് അടിച്ചെടുത്ത് നശിപ്പിച്ചു കളഞ്ഞാൽ ഇതെല്ലാം തീരുമല്ലോ എന്നുള്ള കാര്യമാണ് അവരെല്ലാവരും ചർച്ച ചെയ്യുന്നത്. അത് കേട്ട കണ്ണൻ പറയുന്നത്, ലോക്കറ്റ് നശിപ്പിച്ചത് കൊണ്ടൊന്നും ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഈ കളി തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇത് കളിച്ചു തന്നെ അവസാനിപ്പിക്കണമെന്നും കണ്ണൻ ജിതിനോട് പറയുന്നു. ജിതിൻ തന്നെ അത് അവസാനിപ്പിക്കണമെന്നും കണ്ണൻ പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് ജിതിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ജിതിൻ എന്ത് ചെയ്യാനാ, അവനത് ഓപ്പൺ ആക്കാൻ പോലും അറിയത്തില്ല. നകുൽ ഒരു ഐഡിയ പറയും.
നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലോക്കറ്റ് 3D പ്രിന്റ് ചെയ്ത് അതിലൊന്ന് വെച്ച് നോക്കിയാലോ? ഒരു പരീക്ഷണമാണ്. അത് വിജയിച്ചാൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള കാര്യം നകുല് പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ 4 പേരും കോളേജിലേക്കും എത്തുകയാണ്. നകുലാണെങ്കിൽ ആ ബോക്സുമായിട്ട് ലാബിലേക്കും പോകും. പിന്നെ രഞ്ജിത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് റംസാദും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജിതിനും കണ്ണനുമാണെങ്കിൽ ക്ലാസ്സിലും ഇരിക്കുകയാണ്, ആർക്കും സംശയം തോന്നാത്ത വിധം. കോളേജിൽ അന്ന് ഇലക്ഷൻ സമയമായിരുന്നു. കുട്ടികളെല്ലാവരും ഇലക്ഷന്റെ തിരക്കിലും. നകുലാണെങ്കിൽ ലാബിൽ നിന്ന് ആ ഒരു 3D പ്രിന്റ് ചെയ്തെടുക്കുകയാണല്ലോ. അതേസമയം ജിതിനും കണ്ണനും ക്ലാസ്സിലും. അപ്പോൾ കുട്ടികൾ ഇലക്ഷന്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ വന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. അതേ സമയത്തായിരുന്നു രഞ്ജിത്ത് ക്ലാസ്സിനടുത്തുകൂടി നടന്നു പോകുന്നതും. രഞ്ജിത്തിനെ കണ്ടതും ജിതിന് വല്ലാതെ പേടിയായി. അയ്യോ, എനിക്കിപ്പോ പണി കിട്ടുമെന്നാ തോന്നുന്നത് എന്നൊക്കെ ജിതിൻ വല്ലാതെ വെപ്രാളപ്പെടും. അവൻ പേടിച്ചതുപോലെ തന്നെ നടന്നു. അവനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്യുകയാണ്. ആ ഇലക്ഷനായിട്ട് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ പിള്ളേർ വന്നില്ലേ, അതിലൊരു പയ്യനെ ജിതിൻ തല്ലും. ആകെ പ്രശ്നം. അങ്ങനെ ജിതിനും കണ്ണനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഉടനെ തന്നെ അവർ ഓടിയെത്തുന്നത് ലാബിലേക്കായിരുന്നു. ലാബിൽ അപ്പോഴേക്കും നകുലനാണെങ്കിൽ ആ ഒരു ലോക്കറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിൽ ആ ലോക്കറ്റ് വെച്ച് നോക്കും. അവർ വിചാരിച്ചതുപോലെ അത് വർക്കായില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. ജിതിൻ ഉടനെ തന്നെ റംസാദിനെ വിളിച്ചിട്ട്, ഡാ, നീ എന്റെ കൂട്ടുകാരനല്ലേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? നീ രഞ്ജിത്ത് സാറിന്റെ കഴുത്തിൽ നിന്നും ആ ഒരു ലോക്കറ്റ് എങ്ങനെയെങ്കിലും കൈക്കലാക്കിക്കൊണ്ട് വരുവാനായിട്ടും റംസാദിനോട് പറയുന്നു. അങ്ങനെ റംസാദ് രണ്ടും കൽപ്പിച്ച് രഞ്ജിത്തിന്റെ കഴുത്തിൽ നിന്നും ആ ഒരു ലോക്കറ്റ് സ്വന്തമാക്കുവാനായി പോകുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു മിന്നായം പോലെ ഒരാള് രഞ്ജിത്തിനടുത്തേക്ക് പോകുന്നു. അത് മറ്റാരുമല്ല, ഷാജിയായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ രഞ്ജിത്തിനടുത്തെത്തിയിട്ട് രഞ്ജിത്തിന്റെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചിട്ട് ഉടനെ തന്നെ രഞ്ജിത്തിന്റെ കഴുത്തിൽ നിന്നും ആ മാലയും പൊട്ടിച്ചിട്ട് അവിടെയായിട്ട് രഞ്ജിത്തിന് 2 കൊടുത്തിട്ടാണ് ഷാജി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും. ഉടനെ തന്നെ ഷാജി മാല പൊട്ടിച്ചുകൊണ്ട് പോയ കാര്യം ജിതിനോടും കൂട്ടരോടും റംസാദ് വിളിച്ചു പറയും. എന്നിട്ട് റംസാദ് ഉടനെ തന്നെ ഷാജിയുടെ പിന്നാലെ ഓടിപ്പോകും. എന്നിട്ട് ഷാജിയെ ഒരുവിധം തടഞ്ഞു നിർത്തിയിട്ട്, സാറേ, രഞ്ജിത്ത് സാറിന് കാരണം സാറിനും പണി കിട്ടിയില്ലേ, ഞങ്ങൾക്കും പണി കിട്ടിയെന്ന് ഷാജിയോട് പറയുന്നു. അതനുസരിച്ച് രഞ്ജിത്തിനിട്ട് തിരിച്ച് പണി കൊടുക്കുവാനായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുമോ എന്ന് ചോദിച്ച് റംസാദ് ഉടനെ തന്നെ ഷാജിയും കൂട്ടി ലാബിലേക്ക് വരും. ഷാജിയെ കണ്ടതും ജിതിനും കണ്ണനും പിന്നെ നകുലനുമൊക്കെ ഞെട്ടിപ്പോകുന്നു. പേടിക്കണ്ട പേടിക്കണ്ട, സാറിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ കൈവശമാണ് ലോക്കറ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഷാജിയോട് ലോക്കറ്റ് കൊടുക്കുവാനായും പറഞ്ഞു. ആ ലോക്കറ്റ് ജിതിൻ വാങ്ങിയിട്ട് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മാന്ത്രിക ബോക്സിൽ വെക്കുകയാണ്. അത് വർക്കാകുന്നു. അത് ഓപ്പൺ ആകും. അതിൽ 2 പകിടയും ഉണ്ടായിരുന്നു. ഷാജി വെട്ടിക്കഴിഞ്ഞതും ആർക്കെങ്കിലും മാറ്റം വന്നോ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ അതൊന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലും ഇത് കളിച്ച് ക്ലോസ് ചെയ്യുവാനായിട്ടും കണ്ണൻ പറയുന്നു. അതനുസരിച്ച് ജിതിൻ 3ാമത് പകിട ഇടുവാനായി വരുന്ന സമയം തന്നെയായിരുന്നു രഞ്ജിത്ത് ആ ഒരു ലാബിലേക്ക് വന്നതും. നീയൊക്കെ ഇനി ജീവിച്ചിരിക്കില്ലടാ എന്നും പറഞ്ഞാണ് രഞ്ജിത്ത് അവിടേക്ക് വരുന്നതും. ഉടനെ തന്നെ രഞ്ജിത്തിനെ കണ്ട് പേടിച്ചെഴുന്നേറ്റ് ജിതിന്റെ കയ്യിൽ നിന്ന് പകിട വന്ന് നേരെ ആ ബോക്സിനുള്ളിൽ വീഴുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്കാകുവാനായും തുടങ്ങി. 3 പേരും 3 സ്ഥലത്തേക്ക് തെറിച്ചു വീണു. ജിതിനും ബോധമില്ല. കൂട്ടുകാരാണെങ്കിൽ ജിതിനടുത്ത് വന്നിരുന്ന് അവനെ തട്ടി വിളിക്കുകയാണ്. ആരും ഉണരുന്നതേയില്ല. ജിതിനെ വീണ്ടും തട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ജിതിന് പകരം വിളി കേൾക്കുന്നത് ഷാജിയായിരുന്നു. എടാ ജിതിനെ, എഴുന്നേൽക്കട എന്ന് പറയുമ്പോൾ ഷാജി പറയും, എഴുന്നേറ്റടാ, ഞാൻ എഴുന്നേറ്റടാ എന്നായിരുന്നു മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ 2 പേരും ഞെട്ടിപ്പോകുന്നു. അതേ സമയം തന്നെയായിരുന്നു രഞ്ജിത്തും എഴുന്നേൽക്കുന്നതും. രഞ്ജിത്ത് ഉടനെ തന്നെ ഷാജിയെ നോക്കിയിട്ട്, ഞാനല്ലേ ഈ ഇരിക്കുന്നത്, ഞാൻ ചത്തോ, നിങ്ങൾ എന്നെ കൊന്നു എന്നൊക്കെ ഇരുന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ പകിട മാന്ത്രിക കളത്തിൽ വീണതോടുകൂടി 3 പേരും പരസ്പരം മാറി. ഷാജിയുടെ ശരീരത്തിലുള്ളത് ജിതിനും രഞ്ജിത്തിന്റെ ശരീരത്തിലുള്ളത് ഷാജിയും പിന്നെ ജിതിന്റെ ശരീരത്തിലുള്ളത് രഞ്ജിത്തും. അങ്ങനെ 3 പേരും പരസ്പരം മാറിയിരിക്കുകയാണ്. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ഷാജിയെ കോളേജിൽ നിന്നും സെക്യൂരിറ്റിമാർ പിടിച്ച് പുറത്താക്കിയല്ലോ, ഷാജിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ്. അങ്ങനെ ഷാജി ആ സങ്കടം താങ്ങാനാകാതെ വീട്ടിലേക്ക് എത്തുകയാണ്. ഷാജിയും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളേ ഇല്ല. ആ ഒരു കാര്യത്തെ ചൊല്ലിയായിരിക്കാം അവർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നതും. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ഷാജി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പട്ടിയെ പോലെയാ ഞാൻ ആ കോളേജിൽ പണിയെടുക്കുന്നത്, എന്നിട്ടും എനിക്കതിനു വേണ്ട വിലയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഷാജി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു കാര്യം സംഭവിച്ചത്. മാത്രമല്ല ഷാജി ഭാര്യയോട് പറയുന്നുണ്ട്, എന്നെ ആരോ കൺട്രോൾ ചെയ്യുന്നത് പോലെയായിരുന്നു ഇന്ന് കോളേജിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ഷാജി ആരോ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ, കോളേജിൽ വെച്ച് ജിതിനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്തല്ലോ. ആ ലാബിൽ വെച്ച് ജിതിനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ജിതിന് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം ഇവിടെ ഷാജിക്കും സംഭവിക്കുന്നു.
പറയുന്നു. ഷാജിയുടെ കഴുത്താണെങ്കിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയാണ്. ജിതിനും അത് കണക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജി പറയുന്നുണ്ട്, ദേ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ആരോ എന്നെ കൺട്രോൾ ചെയ്യുന്നെന്ന്. അത് കാണുന്ന വീട്ടുകാർക്കൊക്കെ പേടിയാകുവാനായി തുടങ്ങി. മാത്രവുമല്ല, ജിതിനും കൂട്ടുകാരൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ജിതിനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്തിട്ട് കൂട്ടുകാരനെ തല്ലിയല്ലോ. ഷാജി മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഷാജിയുടെ കൺട്രോൾ ഷാജിയുടെ കൈവശമില്ലാതായി. ഷാജിക്ക് മനസ്സിലായി തന്റെ പറ്റാരോ കൺട്രോൾ ചെയ്യുന്നുവെന്ന്. അങ്ങനെ ഷാജിയുടെ സമനില തെറ്റുന്ന അവസ്ഥയായി. ഷാജിയുടെ അവസ്ഥ കണ്ട് ഭാര്യയും എന്താണ് ഈ സംഭവിക്കുന്നതെന്നൊക്കെ ഷാജിയോട് ചോദിക്കുമ്പോൾ, ആരും ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, പോവേണ്ടവർക്കൊക്കെ പോകാമെന്നും ഭാര്യയോട് പറഞ്ഞതിനാൽ ഭാര്യ ഷാജിയെ ഉപേക്ഷിച്ച് ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. അതോടുകൂടി എല്ലാം തകർന്ന അവസ്ഥയാണ് ഷാജിക്ക്. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ പോയാൽ താൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യുവാനായിട്ടും ഷാജി തീരുമാനിച്ചു. അങ്ങനെ ഷാജിയാണെങ്കിൽ ഫാനിൽ കുരുക്കിടുവാനായിട്ട് കയറുന്ന സമയം ദേ അപ്പുറത്തെ വശത്ത് ജിതിനാണെങ്കിൽ പ്രോജക്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ജിതിന് ഉടനെ തന്നെ സാറിരിക്കുന്ന ഡെസ്കിന് മുകളിലേക്ക് ചാടി കയറും. അതാണ് നേരത്തെ സംഭവിച്ചതും. അങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റ് കുളമായതും. അപ്പോൾ ഇവിടെ ഷാജിക്ക് സംഭവിക്കുന്നതാണ് ജിതിന് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഷാജി തൂങ്ങി മരിക്കുവാനായിട്ട് കയറുന്ന സമയത്ത് ഫാൻ പൊട്ടി ഷാജി തറയിൽ വന്ന് വീഴുന്നു. ഷാജിയുടെ ബോധവും പോകുന്നു. ഷാജിക്ക് ബോധം പോയ അതേ സമയത്തായിരുന്നു ദേ മറ്റൊരു വശത്ത് ജിതിനും ബോധം പോയത്. അപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്വപ്നമാണ് കാണുന്നത്. എന്തെന്നാൽ രഞ്ജിത്ത് അവരെ കൺട്രോൾ ചെയ്യുന്നതും രഞ്ജിത്തിന്റെ കൈവശം രഞ്ജിത്തിന്റെ കഴുത്തിലായിട്ട് ഒരു ലോക്കറ്റ് കിടക്കുന്നില്ലേ, അതാണ് രണ്ടുപേരും സ്വപ്നം കാണുന്നത്. അതോടുകൂടി മാന്ത്രിക ബോക്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഷാജിക്കും ജിതിനും മനസ്സിലായി. ആ ഒരു മാന്ത്രിക ബോക്സ് ഓപ്പൺ ആക്കുവാനായിട്ടുള്ള താക്കോലാണ് രഞ്ജിത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് എന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഷാജി ഉടനെ തന്നെ കോളേജിലേക്ക് വന്നിട്ട് രഞ്ജിത്തിന്റെ മുഖത്ത് സ്പ്രേയും അടിച്ചിട്ട് കഴുത്തിൽ കിടന്ന ആ ഒരു മാലയുണ്ടല്ലോ അതും വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയതും. ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പിന്നീട് റിയാലിറ്റിയാണ് കാണിക്കുന്നത്. ജിതിന്റെ ദേഹത്താണല്ലോ രഞ്ജിത്തുള്ളത്. ബോധം വന്ന രഞ്ജിത്താണെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കാണുന്ന സമയത്ത് വല്ലാതെ ദേഷ്യം വരികയും അവരെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. അത് കാണുന്ന റംസാദ് ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങിയോടി പാർട്ടിക്കാരുടെ അടുത്തെത്തി. ജിതിൻ നേരത്തെ പാർട്ടിക്കാർ തല്ലിയില്ലേ, അതുകൊണ്ട് തന്നെ ജിതിൻ ലാബിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ പോയി അടിച്ചു എന്ന് പറയും. ഉടനെ തന്നെ പാർട്ടിക്കാര് ലാബിലേക്ക് എത്തുന്ന സമയത്ത് ജിതിൻ ബാക്കിയുള്ളവരെ തല്ലുന്നതാണ് പാർട്ടിക്കാര് കാണുന്നതും. പാർട്ടിക്കാര് ജിതിനെ തല്ലുവാനായും എത്തുന്നു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ജിതിനെ തല്ലുവാനായിട്ടാണ് എത്തുന്നതെങ്കിലും ജിതിന്റെ ബോഡിയിലുള്ളത് രഞ്ജിത്താണല്ലോ. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് അവരെയൊക്കെ ഒരുപാട് തല്ലുന്നു. എന്നാൽ അതേ സമയം തന്നെ ഷാജിയുടെ ദേഹത്താണല്ലോ ജിതിനുള്ളത്. ജിതിൻ കൂട്ടുകാരോട് പറയും, എത്രയും വേഗം ആ ഒരു ബോർഡും ഡൈസും എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ ബോർഡും ഡൈസും എല്ലാം എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ജിതിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരും. എല്ലാവരും ചേർന്ന് തല്ലുന്നത് തന്റെ ശരീരത്തെയല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ പിള്ളേരാണെങ്കിൽ രഞ്ജിത്തിനെ പഞ്ഞിക്കിടുന്നു. പെട്ടെന്ന് തന്നെ രഞ്ജിത്തിന്റെ ദേഹത്തുള്ള ഷാജിയാണെങ്കിൽ നിർത്തട എന്ന് പറഞ്ഞതും പിള്ളേരൊക്കെ അങ്ങ് നിർത്തി. അത് കാരണം നമ്മുടെ ഷാജിക്കാണെങ്കിൽ വളരെ അഭിമാനം തോന്നുന്നു. ഷാജി പിന്നീട് പിള്ളേരുടെ ഇടയിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് പിള്ളേരാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് കേട്ട് ഷാജിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണല്ലോ ഷാജിക്ക് അങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുന്നത്. അത് കാരണം ഷാജിക്ക് ആ ഒരു ലൈഫ് ഇഷ്ടപ്പെടുവാനായി തുടങ്ങി. മറ്റൊരു വശത്ത് രഞ്ജിത്തിനെയും കൊണ്ട് മാറി നിന്ന് സംസാരിക്കുകയാണല്ലോ ജിതിൻ. സാറേ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഈ ഒരു കളി കംപ്ലീറ്റ് ആക്കണം, സാറ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയും. അതിന് ഡൈസ് എവിടെയാണെന്ന് രഞ്ജിത്ത് ചോദിക്കുമ്പോൾ അത് ഷാജി സാറിന്റെ കയ്യിലാ, നമുക്ക് ഷാജി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറയും. അതിന് ഈ കളി എങ്ങനെയാ കംപ്ലീറ്റ് ആക്കേണ്ടത് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കണ്ണൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ പഠിച്ചല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെ കളി കംപ്ലീറ്റ് ആക്കണം എന്നുള്ള കാര്യമൊക്കെ കണ്ണൻ പറയുന്നു. കണ്ണൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയെന്നാൽ രഞ്ജിത്ത് സാറ് ഷാജി സാറിനെ വെട്ടി, ഷാജി സാറാണെങ്കിൽ ജിതിനെ വെട്ടി, ജിതിൻ രഞ്ജിത്ത് സാറിനെ വെട്ടി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ രൂപത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ബോഡി പരസ്പരം മാറിപ്പോയത്. ഇത് വീണ്ടും ഒരു കളി കൂടി കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരികെ ആകുമെന്നും കണ്ണൻ പറയുന്നു. പക്ഷെ ഡൈസ് ഉള്ളത് ഷാജിയുടെ കയ്യിലാണല്ലോ, ഷാജിയുടെ കയ്യിൽ നിന്നും ഡൈസ് വാങ്ങി എടുക്കുവാനായിട്ടും പറയുന്നു. എന്നാൽ ഷാജി ആണെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്, അതും രഞ്ജിത്തിന്റെ ബോഡിയിൽ. രഞ്ജിത്തിന്റെ ബോഡിയിൽ നിന്നുകൊണ്ട് എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നതൊക്കെ ഷാജിക്ക് ഒരുപാട് ഇഷ്ടമായി. മാത്രമല്ല രഞ്ജിത്ത് തന്നെ ഒരുപാട് ദ്രോഹിച്ചത് കൊണ്ട് തന്നെ ഈ ഷാജി ആണെങ്കിൽ രഞ്ജിത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശെല്ലാം അടിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഷാജിയുടെ കയ്യിൽ നിന്നും ഡയസ് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കുവാനായിട്ട് ജിതിന്റെ കൂട്ടുകാരൊക്കെ ശ്രമിക്കും. പക്ഷേ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയത്തേയില്ല, ഒരു വിധത്തിൽ തരുന്നതുമില്ല. രഞ്ജിത്തിന്റെ ബോഡിയിലാണല്ലോ ഷാജി ഉള്ളത്, അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഷാജി താമസിക്കുന്നതും. രഞ്ജിത്തിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് തീരുമാനിച്ച് ജിതിനും റംസാദും കൂടി രഞ്ജിത്തിന്റെ വീട്ടിലെത്തും. പട്ടി ഓടിച്ചത് തന്നെ മിച്ചം,
അവിടെ നിന്ന് ഒന്നും അവർക്ക് കിട്ടിയതേയില്ല. ഒടുവിൽ പട്ടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ജിതിൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യടാ, മടുത്തു, എനിക്ക് മദ്യപിക്കണം, എന്റെ ബോധം പോകും വരെ എനിക്ക് കുടിക്കണമെന്നും ജിതിൻ പറയും. ഇതുവരെ ഇല്ലാത്ത ശീലമാ ജിതിന്. കൂട്ടുകാരും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ജിതിൻ അവര് മദ്യം വാങ്ങിക്കൊണ്ട് കൊടുക്കും. മദ്യം കുടിക്കുന്ന സമയത്താണെങ്കിലും ജിതിന് ബോധം പോകുന്നതേയില്ല. മറ്റൊരു വശത്ത് കോളേജിൽ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് പാട്ട് പാടുവാനായിട്ട് രഞ്ജിത്തിനെ ക്ഷണിക്കും. പിള്ളേരെല്ലാരും കരുതിയിരിക്കുന്നത് രഞ്ജിത്താണെന്നാണല്ലോ. പക്ഷേ രഞ്ജിത്തല്ല, രഞ്ജിത്തിന്റെ ബോഡിയിൽ ഷാജിയാണ്. ഷാജി കയറി പാട്ട് പാടുവാനായി തുടങ്ങി. മറ്റൊരു വശത്ത് ജിതിനിരുന്ന് മദ്യപിക്കുന്നു. എന്നാൽ ജിതിനാണെങ്കിൽ മദ്യപിച്ചിട്ട് കിക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ ദേവിടെ കിക്ക് കിട്ടുന്നത് ഷാജിക്കും. ഷാജിയുടെ ബോധം പോയി. എല്ലാവരും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ണൻ കാണുന്നുണ്ടായിരുന്നു. കണ്ണൻ ഈ ഷാജിയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണൻ ഈ വിവരം വിളിച്ച് ജിതിനെയും കൂട്ടരെയും അറിയിക്കും. അതോടുകൂടി ജിതിനൊരു കാര്യം മനസ്സിലായി. ജിതിൻ മദ്യപിക്കുന്ന സമയത്ത് കിക്ക് വരുന്നതെല്ലാം ഷാജിക്ക്. കാരണം ജിതിനാണെങ്കിൽ ഷാജിയുടെ ബോഡിയിലാണല്ലോ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം. അത് മനസ്സിലാക്കി അവരാണെങ്കിൽ ഷാജിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കണമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ വീണ്ടും മദ്യം വാങ്ങും. അവരെ കാണുവാനായിട്ട് ബോധം വന്ന ഷാജി അവരുടെ അടുത്തേക്ക് വരുന്നു. ഉടനെ തന്നെ നിങ്ങൾ ഡയസ് എവിടെയാണെന്ന് സത്യം പറഞ്ഞില്ല എങ്കിൽ വീണ്ടും കുടിക്കുമെന്നും ജിതിൻ ഭീഷണിപ്പെടുത്തി. അതിലൊന്നും ഷാജി വീഴുന്നതേയില്ല. ജിതിനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കുടിക്കുവാനായും തുടങ്ങി. ഷാജിയാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ്. ഷാജിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഡോക്ടറാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് വെറും വയറ്റിൽ മദ്യപിച്ചോ? അപ്പോൾ അവർ പറയും, ഇല്ല, ബാത്റൂമിൽ തെന്നി വീണതാണ്. അല്ല, ഇതില് ആൽക്കഹോൾ പോയിസണിംഗ് ആ കാണുന്നത്. പക്ഷെ ഒരാൾ മദ്യപിക്കാതെ എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. എന്തായാലും ആളുടെ അവസ്ഥ കുറച്ച് മോശമാണ്. ബോധം വരുവാനായിട്ട് കുറച്ച് ദിവസമെടുക്കും. ചിലപ്പോൾ ഓർമ്മ പോലും കാണില്ലായിരിക്കും എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അതെല്ലാം കേട്ട് ജിതിനും കൂട്ടരും വല്ലാതെ ടെൻഷനാകുന്നു. ഷാജി സാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പരസ്പരം ശരീരത്തിൽ തിരിച്ചു കയറുന്നത് എന്നൊക്കെയാണ് അവരുടെ ചിന്ത. മാത്രമല്ല ഈ കാര്യം രഞ്ജിത്ത് അറിയരുതെന്ന് പ്രത്യേകം അവർ തീരുമാനിക്കുന്നു. 2 ദിവസമായും ഷാജിയെ കാണാത്തത് കൊണ്ട് എവിടെയാടാ ഷാജി എന്ന് രഞ്ജിത്ത് തിരക്കും. അപ്പോൾ ജിതിന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഡയസ് കിട്ടുന്നതുവരെ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കാര്യം ചെയ്തിരുന്നു. എന്തെന്നാൽ ബോർഡ് ജിതിന്റെ കയ്യിലും പിന്നെ ഒരു ലോക്കറ്റ് രഞ്ജിത്തിന്റെ കയ്യിലും. ഇപ്പോൾ ഡയസ് ഇരിക്കുന്നത് ഷാജിയുടെ കൈവശവുമാണല്ലോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് വന്നാലല്ലേ ആ ഒരു ഗെയിം കളിച്ച് വിജയിക്കാനായും പറ്റൂ. രഞ്ജിത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ജിതിനൊരു കോൾ വരും. സത്യത്തിൽ വിളിച്ചത് ഷാജിയുടെ വീട്ടിൽ നിന്നായിരുന്നു. ഷാജിയുടെ അളിയനാണ് വിളിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഡിവോഴ്സിന് തീരുമാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ജിതിന് എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്തോ എന്ന് ജിതിൻ പറയുന്നു. അതേസമയം ഈ രഞ്ജിത്താണെങ്കിൽ ജീവികയ്ക്കും പിന്നെ ലിജോയ്ക്കും ഒപ്പം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. അവിടെ വന്നിട്ട് ജിതിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആക്കി വിടുകയാണ്. ജിതിൻ എന്നിട്ട് രഞ്ജിത്തിനോട് പറയുന്നുണ്ട്, സാറേ ഞാൻ അത്ര ടോക്സിക് ഒന്നുമല്ല, സാർ ഇങ്ങനെയൊന്നും കാണിക്കരുത്. സാർ എന്തായാലും കുറച്ചു നാളത്തേക്ക് ജീവികയോടൊന്നും സംസാരിക്കരുത്. അവൾ എന്ത് ചോദിച്ചാലും സാർ ഒന്നും പറയുകയും ചെയ്യരുതെന്ന് പറയുമ്പോൾ നിന്റെ പ്രേമം രക്ഷിക്കലാണല്ലോ എന്റെ പണി. നീ എന്തായാലും നാളെ ഒരു ദിവസം നിനക്ക് സമയം തരാം. നീ നാളെ എന്റെ കയ്യിൽ ഡയസ് കൊണ്ടുവന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് വായി തോന്നിയത് ആ പെണ്ണിനോട് പറയുമെന്നും രഞ്ജിത്ത് പറയുന്നു. അത് കേട്ടതും ജിതിന് വല്ലാതെ ടെൻഷനാകുന്നു. ജിതിൻ ഉടനെ തന്നെ റംസാദിനോടും നകുലിനോടും പറയും, നാളെ ഒരു ദിവസം രഞ്ജിത്ത് സാറ് ജീവിക്കയോട് സംസാരിക്കരുത്, എങ്ങനെയെങ്കിലും നോക്കിക്കൊള്ളണമെന്നും പറയുന്നു. നാളത്തെ ദിവസം അവരുടെ കോളേജിലെ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. ആ പ്രോഗ്രാമിന് എല്ലാവരും പല വേഷത്തിലാണ് എത്തുന്നതും. അതുപോലെ തന്നെ നകുലനും കണ്ണനും പിന്നെ റംസാദും ഒക്കെ എത്തുന്നു. കൂടെ രഞ്ജിത്തും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് നേരെ പോകുന്നത് ലിജോയ്ക്ക് അടുത്തേക്കായിരുന്നു. നിനക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ച് അവിടെ ചുമ്മാ പ്രശ്നമുണ്ടാക്കുകയാണ്. ജീവിക ഓരോന്ന് ചോദിക്കുവാനായി ചെല്ലുന്ന സമയത്തെല്ലാം നീ ആരാടി എന്നൊക്കെ അവൻ ചോദിക്കുന്നത്. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കും. ലിജോയുടെ കൂട്ടുകാർക്കൊപ്പമാണ് ഫൈറ്റ് നടക്കുന്നതും. കാരണം അവർക്കൊക്കെ ജിതിനിപ്പോൾ വലിയ ആളായിട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒട്ടും പിടിക്കുന്നില്ല. വൺ മാൻ ഷോ ഒന്നും വേണ്ടടാ എന്ന് പറഞ്ഞിട്ടാണ് ജിതിനെ തല്ലുവാനായി എത്തുന്നതും. എന്നാൽ ജിതിന്റെ ദേഹത്തുള്ളത് ആരാ? രഞ്ജിത്തല്ലേ. അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കും. മറ്റൊരു വശത്ത് ബോധം വന്ന ഷാജിയെ കാണുവാനായിട്ട് ജിതിൻ എത്തുകയാണ്. സാറേ, ആ ഒരു ഡയസ് എവിടെയാണെന്ന് സാറ് തുറന്നു പറ. സാറിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ രഞ്ജിത്ത് സാറല്ലേ, രഞ്ജിത്ത് സാറിന് തിരിച്ച് ബോഡിയിലേക്ക് കയറുവാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അത് കേട്ട ഷാജി, എനിക്കും താല്പര്യമില്ലടാ, കാര്യം ഞാൻ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതല്ല സാറേ, രഞ്ജിത്ത് സാറിന് കയറുവാനായിട്ട് താല്പര്യമില്ലാത്തതിന് മറ്റൊരു കാരണമുണ്ട്. രഞ്ജിത്ത് സാറിന്റെ ബോഡി ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് സാറിനൊരു മാറാ രോഗമുണ്ടെന്നും ഉടനെ തന്നെ മരണപ്പെടുമെന്നും ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാ രഞ്ജിത്ത് സാറിന് ബോഡിയിൽ നിന്ന് മാറുവാനായിട്ട് താല്പര്യമില്ലാത്തതെന്നുള്ള കാര്യം ജിതിൻ പറയുന്നു. അത് കേട്ടതും ഷാജി ഞെട്ടിപ്പോയി. കാരണം
രഞ്ജിത്ത് തിരികെ കയറിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് മറ്റാർക്കുമല്ല ജിതിന് തന്നെയാണ്. കാരണം ജിതിൻ ഷാജിയുടെ ദേഹത്താണല്ലോ. ഷാജിക്കാണെങ്കിലോ രഞ്ജിത്തിന്റെ ബോഡിയിൽ നിന്ന് പോകുന്നതിനും താല്പര്യമില്ല. ജിതിന് എങ്ങനെയെങ്കിലും ഇത് ക്ലോസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹവും. രഞ്ജിത്തിന്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് ഷാജിയും ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ എന്നാലും സ്വന്തം ശരീരത്തിലേക്ക് പോകുവാനായിട്ട് ഷാജി തയ്യാറല്ല. ആ കാര്യം മനസ്സിലാക്കി ജിതിൻ ഉടനെ തന്നെ തന്റെ കൂട്ടുകാർക്കടുത്ത് വന്ന് അത് തുറന്നു പറയുന്നു. മാത്രവുമല്ല രഞ്ജിത്തിന് മാരകമായിട്ടുള്ള അസുഖമുണ്ടെന്നും എത്രയും വേഗം തന്നെ അയാൾ മരണപ്പെട്ടു പോകുമെന്നുമുള്ള കാര്യവും കൂട്ടുകാരോട് പറയും. അതേ സമയത്തായിരുന്നു ജീവിക ദേഷ്യപ്പെട്ട് ക്യാൻറ്റീനിൽ വന്നിരിക്കുന്നതും ജിതിൻ കാണുന്നത്. രഞ്ജിത്ത് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും ജിതിന് മനസ്സിലായി. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോയി ജീവികയോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ജിതിൻ അങ്ങോട്ട് പോകും. അതേ സമയത്തായിരുന്നു ഷാജിയുടെ വൈഫ് ജിതിനടുത്തേക്ക് വരുന്നതും. ജിതിനാണെങ്കിൽ ഇപ്പോൾ ഷാജിയുടെ ബോഡിയിലാണല്ലോ ഉള്ളത്. അപ്പോൾ കൂട്ടുകാർ വന്നിട്ട് ദേ ഇത് ഷാജി സാറിന്റെ വൈഫാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഷാജിയുടെ വൈഫാണെങ്കിൽ മാറി നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ എന്നോട് പ്രശ്നം? അല്ല നിങ്ങൾ എന്തിനാ ഡിവോഴ്സിന് സമ്മതിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജിതിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതേയില്ല. ജിതിനാണെങ്കിൽ ജീവിക ജിതിനോട് പറഞ്ഞില്ലേ ഒട്ടും എക്സൈറ്റഡ് ആയിട്ടുള്ള ആളല്ല ഈ ജിതിനെന്ന്. ജീവിക പറഞ്ഞ ആ ഒരു കാര്യം ഷാജിയുടെ ബോഡിയിലുള്ള ജിതിനാണെങ്കിൽ ഷാജിയുടെ വൈഫിനോട് പറയുന്നു. അല്ല നിങ്ങളെ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ വിവാഹം കഴിച്ചത്. അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. അത് കേട്ടതും ജിതിൻ ഞെട്ടിപ്പോകുന്നു. ഇത് എന്റെ കൊച്ചൊന്നുമല്ല എന്ന് ജിതിനിരുന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന ഷാജിയുടെ വൈഫാണെങ്കിൽ ജിതിന്റെ മുഖത്തേക്ക് വെള്ളം എടുത്തൊഴിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഷാജിയുടെ വൈഫിനെ കാണുവാനായി എത്തുന്ന ഷാജിയാണ്. സത്യത്തിൽ രഞ്ജിത്തിന്റെ ബോഡിയിലുള്ള ഷാജിയാണ് എത്തിയിരിക്കുന്നത്. വിവരമെല്ലാം അറിഞ്ഞിട്ടാണ് എത്തിയത്. തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും ഷാജിക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവിടെ എത്തിയ രഞ്ജിത്തിന്റെ ബോഡിയിലുള്ള ഷാജിയാണെങ്കിൽ ഷാജി പാവമ്മ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഭാര്യയോട് സംസാരിക്കും. അപ്പോൾ ഭാര്യ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും എന്നോട് പറയുമായിരുന്നു. ഇപ്പോൾ കുറച്ചു നാളായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ള കാര്യമൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഷാജിയുടെ ഭാര്യ പറയുന്നതും. അത് കേട്ട് ഷാജിക്ക് സങ്കടമായി. തന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന സന്തോഷത്തിൽ ഉടനെ തന്നെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഭാര്യയുടെ കണ്ണിൽ അത് രഞ്ജിത്താണല്ലോ. ഉടനെ തന്നെ രഞ്ജിത്തിനെ തല്ലുവാനായി ഓടിക്കുന്നു. അവിടെ നിന്നും ജീവനും കൊണ്ടാണ് ഷാജി എത്തുന്നത്. ഷാജി നേരെ വരുന്നത് ജിതിനെ കാണുവാനായിട്ടാണ്. എനിക്ക് എന്റെ ബോഡിയിലേക്ക് പ്രവേശിക്കണം. ഞാനൊരു അച്ഛനാവാൻ പോവുകയാ. എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. എന്റെ കുഞ്ഞെന്നെ ഇങ്ങനെ ആയിരിക്കരുത് കാണേണ്ടത് എന്നുള്ള കാര്യം പറയുന്നു. ഞാൻ പകിട തരുവാനായിട്ട് തയ്യാറാണെന്നുള്ള കാര്യം ഷാജി പറയും. കോളേജിൽ ആർട്സ് ഡേ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ജിതിനും കൂട്ടരും പിന്നെ ഷാജിയും ചേർന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്യും. എന്തെന്നാൽ രഞ്ജിത്തിനാണെങ്കിൽ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. കാരണം രഞ്ജിത്ത് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ജിതിന്റെ ബോഡിയിൽ ജീവിക്കാനാണ് രഞ്ജിത്തിന്റെ പ്ലാനും. രഞ്ജിത്തിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരണം. ജിതിനാണെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. രഞ്ജിത്ത് സാറിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. അതിനൊരു ഐഡിയ ഉണ്ട്. രഞ്ജിത്ത് സാറിനോട് പറയണം ഷാജി സാറ് പകിട തരാനായിട്ട് തയ്യാറാണ്. പക്ഷെ ആ ഒരു മാന്ത്രിക ബോക്സും അതിന്റെ താക്കോലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ തരൂ എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം രഞ്ജിത്ത് സാറിനോട് പറയണമെന്നും കൂട്ടുകാരോട് പറയുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതനുസരിച്ച് ലാബിൽ വെച്ചാണ് ഈ ഒരു ഗെയിം എൻഡ് ചെയ്യുവാനായിട്ടും അവർ തീരുമാനിച്ചത്. അങ്ങനെ അവർ എല്ലാവരും രഞ്ജിത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതേസമയം തന്നെ രഞ്ജിത്ത് അവിടേക്ക് വരും. പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞതിനാൽ രഞ്ജിത്ത് ഉടനെ തന്നെ അവർക്ക് ആ ഒരു ലോക്കറ്റും കൊടുക്കുകയാണ്. രഞ്ജിത്ത് കൊടുത്ത ലോക്കറ്റ് ഉടനെ തന്നെ കൊണ്ടുവന്ന് ആ മാന്ത്രിക ബോക്സിൽ വെക്കും. അത് ഫേക്ക് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജിതിനാണെങ്കിൽ രഞ്ജിത്തിനെ പിടിച്ചു വെക്കുവാനായിട്ട് കൂട്ടുകാരോട് പറയും. എന്നിട്ട് ഈ ജിതിനാണെങ്കിൽ ഉടനെ തന്നെ ഷാജിയോട് പകിട തരുവാനായും പറഞ്ഞു. എന്നാൽ ഷാജി ആണെങ്കിൽ ഒരു പകിടയാണ് കൊടുത്തത്. ഒന്നല്ലേ ഉള്ളൂ എന്നും ഷാജി പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന രഞ്ജിത്ത് ആണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്ലാൻ കണക്ക് തന്നെയല്ലേ എല്ലാം നടക്കുന്നെന്ന് പറയും. അത് കേട്ടതും ഷാജിക്ക് ടെൻഷനായി. നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്കിട്ട് പണി തരുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഷാജിയും ജിതിനും തമ്മിൽ അവിടെ വെച്ച് അടി നടക്കുന്നു. എന്നാൽ ജിതിൻ പറയുന്നത് നമ്മളെ അടി കൂടിക്കാൻ വേണ്ടിയിട്ടാ അയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഷാജി കേൾക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ എങ്കിലൊരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങ് ചാവട്ടെ, നിങ്ങളുടെ കൊച്ച് അച്ഛനില്ലാതെ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ജിതിൻ ഉടനെ തന്നെ ഷോക്ക് അടിപ്പിച്ച് തന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഷാജി പറയും വേണ്ട 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 എന്ന് പറയുന്നതിനാൽ ജിതിനാണെങ്കിൽ എല്ലാം അവസാനിപ്പിക്കും. എന്നാൽ അതേസമയം തന്നെ കൂട്ടുകാരെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് ആ ഒരു മാന്ത്രിക ബോക്സും താക്കോലും പകിടയുമായിട്ട് അവിടെ നിന്നും രഞ്ജിത്ത് കടന്നു കളയും. എന്നാൽ അവർക്കൊരു ധൈര്യമുണ്ട്. എന്തെന്നാൽ ഒരു പകിട മാത്രമല്ലേ രഞ്ജിത്തിന്റെ കൈവശമുള്ളൂ. അത് വെച്ച് ഒന്നും ചെയ്യുവാനായിട്ട് രഞ്ജിത്തിന് കഴിയത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ ജിതിന്റെ മനസ്സിലായിട്ട് ഒരു തോന്നൽ വരുന്നു. എന്തെന്നാൽ അതിൽ ഒരു പകിടയാണെങ്കിൽ അവർ ആ ഒരു ഫേക്കായിട്ട് ആ ഒരു താക്കോൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയ ലാബില്ലേ അവിടെ ഉണ്ടെന്ന്.
ഉടനെ തന്നെ അവർ ലാബിലേക്ക് പോകുന്ന വഴിയിൽ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും ആ ഒരു മാന്ത്രിക ബോക്സും താക്കോലും മറ്റേ പകിടയും ഒപ്പിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതേസമയം തന്നെ കോളേജിലെ ഒരുപാട് പിള്ളേരുമായിട്ട് രഞ്ജിത്ത് അടിയുണ്ടാക്കിയതിനാൽ കുറച്ചുപേർ അവനെ തടഞ്ഞു നിർത്തുന്നു. ആ ഒരു ഗ്യാപ്പിൽ ജിതിന്റെ കൂട്ടുകാരാണെങ്കിൽ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും മാന്ത്രിക ബോക്സും സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. രഞ്ജിത്തിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. ഇവർ നേരെ പോകുന്നത് ആ ഒരു ലാബിലേക്കായിരുന്നു. ലാബിൽ ചെന്നിട്ട് പകിട അന്വേഷിക്കും. അവിടെയൊന്നും കാണുന്നില്ല. അവിടെ വന്ന രഞ്ജിത്ത് എല്ലാവരെയും തല്ലുവാനായിട്ടും തുടങ്ങി. ജിതിനാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ ഒരു ഘട്ടത്തിൽ ഷാജിയാണെങ്കിൽ അവിടെ എല്ലാം അന്വേഷിച്ച് പകിട കിട്ടുകയാണ്. പകിടയും കൊണ്ട് ഷാജിയോട് അവിടെ നിന്ന് പോകുവാനായിട്ടും ജിതിന്റെ കൂട്ടുകാർ പറഞ്ഞു. കൂട്ടുകാരേക്ക് രഞ്ജിത്ത് പട്ടിയെ പോലെ തല്ലുകയാണ്. ഒരു ഘട്ടത്തിൽ അതിലൊരു കൂട്ടുകാരനെ കൊല്ലുമെന്നായപ്പോൾ രഞ്ജിത്തിന്റെ ബോഡിയിലുള്ള ഷാജിയാണെങ്കിൽ ഒരു കുപ്പി മദ്യം എടുത്തങ്ങ് കുടിക്കുന്നു. മദ്യം കുടിച്ചതും ഉടനെ തന്നെ ജിതിന്റെ ബോഡിയിലുള്ള രഞ്ജിത്തിന്റെ ബോധം പോകുവാനായും തുടങ്ങി. ആ മദ്യം കുടിച്ചു തീർത്തതും ജിതിന്റെ ദേഹത്തുള്ള രഞ്ജിത്തിന്റെ ബോധം പോയി. അവിടെ നിന്നും ഷാജി ആ പകിടയുമായി നേരെ പോകുന്നത് ജിതിനടുത്തേക്കായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പകിട കളിക്കുവാനായും ആരംഭിച്ചു. എങ്ങനെയെങ്കിലും ആ ഒരു ഗെയിം അവസാനിപ്പിക്കണമല്ലോ. കുറച്ചു നേരം കഴിഞ്ഞതും അവരുടെ അടുത്തേക്ക് രഞ്ജിത്ത് വരുന്നു. രഞ്ജിത്ത് തലയൊക്കെ കഴുകി ബോധമൊക്കെ വരുത്തിയതിനു ശേഷമാണ് വരുന്നത്. അവിടെ വെച്ചൊരു ഫൈറ്റ് തന്നെ നടക്കും. ജിതിൻ കളിച്ചു കഴിഞ്ഞാൽ അടുത്ത ടേൺ ഷാജിയുടേതാണ്. ഷാജി കളിക്കാനായി വരുന്ന സമയം തന്നെയായിരുന്നു രഞ്ജിത്ത് അവിടേക്ക് വന്നതും. ഉടനെ തന്നെ ജിതിൻ പോയി രഞ്ജിത്തിനെ തടയുന്നു. എന്നാലും രഞ്ജിത്താണെങ്കിൽ ജിതിനെ തല്ലി അവശനാക്കുകയാണ്. അപ്പോഴും ഷാജി കളിക്കുവാനായും ആരംഭിച്ചു. ഷാജി പകിട കളിച്ചതും ഉടനെ തന്നെ രഞ്ജിത്താണെങ്കിൽ ജിതിനെ തല്ലി അവശനാക്കിയിട്ട് ഷാജിക്കടുത്തേക്ക് വരും. ഷാജി ഒരുപാട് കെഞ്ചുന്നു. ഒന്നും ചെയ്യരുത്, ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, പഴയതുപോലെ ആകാം. എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുക. വർഷങ്ങളായിട്ട് കാത്തിരുന്ന എനിക്ക് കുഞ്ഞ് ജനിക്കുന്നത്. എന്റെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ കാണരുത് എന്നൊക്കെ എത്ര കെഞ്ചിയിട്ടും രഞ്ജിത്ത് കേൾക്കുന്നില്ല. ഷാജി കെഞ്ചുന്നത് കേട്ട് രഞ്ജിത്താണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അല്ല, നീ അവസാനിപ്പിക്കണ്ട, എല്ലാം ഞാൻ തന്നെ അവസാനിപ്പിക്കാടാന്ന് ഷാജി പറഞ്ഞിട്ട് ഉടനെ തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന പകിട എടുത്ത് ജിതിന് നേരെ എറിയുന്നു. ജിതിൻ ആ പകിട വാങ്ങി ഉടനെ തന്നെ കളി അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റത്തെ ഗെയിം ജിതിൻ കളിച്ചിരിക്കുന്നു. അതോടുകൂടി എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയ ഷാജി ആണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടും. ഷാജി താഴേക്ക് ചാടുന്ന സമയം തന്നെയായിരുന്നു മൂവരുടെയും ആത്മാവ് അവരവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതും. അതോടുകൂടി രഞ്ജിത്ത് തന്റെ ദേഹത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ താഴേക്ക് വന്ന് വീണു ബോധവും പോകുന്നു. അങ്ങനെ എല്ലാവർക്കും സമാധാനമായി എല്ലാവരും അവരവരുടെ ബോഡിയിൽ എത്തിയിരിക്കുകയാണ്. ജിതിനും ഷാജിയും താഴേക്ക് എത്തുന്നു. കൂട്ടുകാർ അവരെ കണ്ട് ഒരുപാട് സന്തോഷിക്കും. പഴയതുപോലെ ആയതിൽ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരു മാന്ത്രിക ബോക്സ് ജിതിനും കൂട്ടുകാരും ചേർന്ന് നശിപ്പിച്ച് കളയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന രഞ്ജിത്തിനെയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇയാൾക്ക് എന്നും ഇത് തന്നെയാണോ പ്രശ്നം? ഇനി ഇയാൾ ഒരിക്കലും എഴുന്നേൽക്കാനായി പോകുന്നില്ല. എഴുന്നേൽക്കാൻ ഒരുപാട് ലേറ്റാകും. അഥവാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും ഓർമ്മശക്തിയൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ഡോക്ടർ പറയുന്നു. അതെല്ലാം കേട്ട് ജിതിന്റെ കൂട്ടുകാർക്കൊക്കെ സമാധാനമാകും. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച സന്തോഷത്തിൽ ജിതിനും കൂട്ടുകാരും കോളേജിലെ ക്യാൻറ്റീനിൽ നിൽക്കുകയാണ്. അപ്പോൾ ജിതിനെ കാണുവാനായിട്ട് ജീവിക വരും. ജീവികയ്ക്കാണെങ്കിൽ ജിതിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. അവൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജിതിൻ പറയും, നീ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ ബ്രേക്കപ്പ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ചാൻസ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നീ പറഞ്ഞതുപോലെ ഞാൻ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒരാൾ. ജിതിൻ പറയാൻ പോകുന്ന ഇയാൾ മറ്റാരുമല്ല, ഷാജി തന്നെയായിരുന്നു. ജിതിൻ പറയുന്നത്, ഞാൻ പരിചയപ്പെട്ട ആ ഒരാള് ജീവിക്കാനായിട്ട് ഒരു യോഗ്യതയുമില്ല, ഒരു തരത്തിലും സന്തോഷമോ സമാധാനമോ ഒന്നുമില്ലാത്ത ഒരു, എന്നെ പോലെ തന്നെ നീ പറയുന്നത് പോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാളെ അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. അത് അദ്ദേഹത്തിനെ അത്രയ്ക്കും മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു സെക്കൻഡ് ചാൻസും തന്റെ ജീവിതവും തിരികെ കിട്ടിയത്. അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളും നിന്നെ മനസ്സിലാക്കുന്ന ഒരാളും നിന്റെ ജീവിതത്തിൽ വരും. നമ്മൾ രണ്ടുപേരും ഒരിക്കലും ചേരില്ല. നമ്മൾ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആളുകളല്ലേ. നിന്റെ ജീവിതത്തിലും നീ ആഗ്രഹിക്കുന്നത് പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാൾ ഉറപ്പായിട്ടും വരും, നിന്നെ മനസ്സിലാക്കുന്ന ആൾ. പക്ഷേ ആള് ലിജോ അല്ല കേട്ടോ എന്നുള്ള കാര്യവും ജിതിൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് സന്തോഷത്തോടു കൂടിയാണ് പിരിയുന്നതും. പിരിയുന്നതിന് മുൻപ് അവൾ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരുപാട് മെച്യൂരിറ്റി വന്നു കേട്ടോ, നീ ഇതിനു മുൻപ് ഇത്രയും മെച്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ജീവിക അവിടെ നിന്ന് പോകുന്നതും. ഈ ഒരു കാര്യം ജിതിൻ തന്റെ കൂട്ടുകാരോട് വന്ന് പറയും.
അതേ സമയത്തായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് കോൾ വന്നത്. അതും റംസാദിന്. നിങ്ങൾ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത ആ ഒരു പേഷ്യന്റ് അല്ലേ, അയാൾ രാവിലെ ആയപ്പോൾ എവിടെ എഴുന്നേറ്റ് പോയി, എവിടെ പോയെന്ന് അറിയത്തില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.